മോനെ കൊണ്ട് പോട്ടെ പോയാൽ പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യം കിട്ടും, ചേട്ടൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ കളിയാക്കി, ഈ 20 നൂറ്റാ ഇത്രയ്ക്കും വലിയ നീ പോഷത്വം പറയുന്നത് എന്താണ്? എന്തായാലും ഇപ്പം പറഞ്ഞു പാർട്ടി പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് പോകാറുണ്ടല്ലോ, അപ്പോൾ 2 ദിവസത്തേക്കൊന്ന് വരാം, നല്ലതാണ്, ഒത്തിരി അനുഭവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ഇരിക്കുന്നവരിൽ 5 പേരോട് പാർട്ടി രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ട് വരുന്നവരെ കൊണ്ട് ഈശോയ്ക്ക് ഒത്തിരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പേര് സൈമൻ. ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ അടുത്ത് നീണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഞാനിവിടെ 1989 ഈ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി ഇടവകയിലേക്ക് വന്നത്. ചേരുംകുഴിയിൽ വരുമ്പോഴും ആ ചേരുംകുഴി വരുന്നതിന് മുമ്പും ഞാൻ ശരിക്കും ഒരു നിരീശ്വരവാദിയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തനമായിരുന്നു. CITU യൂണിയൻ പണിതുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇവിടെ വലക്കാവിൽ യൂണിയൻ പണിയും പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കായിരുന്നു. മൂത്ത മകൻ്റെ ചെവിയുടെ പുറകിലൊരു മുഴയുണ്ടായി. ആ മുഴ ഓപ്പറേഷൻ ചെയ്യാതെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാരുണ്ട് ആ നാളുകളിൽ പോട്ടയ്ക്ക് ധ്യാനത്തിന് പോകുന്നൊക്കെ അവസരങ്ങളാണ്. അന്നൊക്കെ ഞാൻ ശരിക്കും കളിയാക്കുന്നുണ്ട് ആളായിരുന്നു. അപ്പോൾ എന്നോട് ചില ആൾക്കാർക്ക് അനുഭവം കിട്ടുമെന്ന് പറഞ്ഞു, മോനെ കൊണ്ട് പോട്ടയിൽ പോയാൽ പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യം കിട്ടും, ചേട്ടൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ കളിയാക്കി, ഈ 20 നൂറ്റാ ഇത്രയ്ക്കും വലിയ നീ പോഷത്വം പറയുന്നത് എന്താണ്? ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്താലേ മാറുകയുള്ളൂ. പിന്നെ ചില പോയിരുന്നു പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യം കിട്ടുന്ന ആട് പറയാം, നിങ്ങൾക്ക് അത് അങ്ങനെ പറയാം, പക്ഷേ എനിക്കത് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയൊന്നുമില്ല. കൊച്ചിനെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തെ അവൻ്റെ കിറി ഓടിപ്പോയി, കണ്ണ് അടയാതെ ആയിപ്പോയി. കാരണം അവൻ ഞരമ്പുകളായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു പ്രദേശമായിരുന്നു, ചെവിയുടെ പുറകിലാണ്. അങ്ങനെ വന്നപ്പോൾ അതൊരു വലിയ വിഷമമായി തീർന്നു. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, പാർട്ടിയുടെ ബന്ധത്തിലുള്ള ഒരു ഡോക്ടർ. ആ ഡോക്ടറോട് ചെന്ന് ആ ഡോക്ടർ ഞരമ്പിൻ്റെ ഡോക്ടറായിട്ട് സംസാരിച്ച് ചികിത്സിച്ചു. കരയുകയോ ചിരിക്കുകയോ ചെയ്താലും വീണ്ടും പഴയതുപോലെ ആകും, അല്ലെങ്കിൽ കിറി ഓടുകയില്ല, അടഞ്ഞൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ ഭാര്യയുടെ കണ്ണിന് കാഴ്ച കുറഞ്ഞു. ആനി എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് വലുത് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഞാൻ കണ്ണട വെച്ചാൽ നടക്കുന്നത്. പണിക്ക് പോകുമ്പോഴൊക്കെ കണ്ണട വെച്ച പണിയെടുക്കുന്നതൊക്കെ സിമെൻറ്റും ചാക്ക് ചുമക്കുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും അത്രമാത്രം കാഴ്ചക്ക് കുഴപ്പമുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് പറഞ്ഞു, ഞാൻ കണ്ണട വെക്കുമ്പോൾ അവൾക്കും കണ്ണട വെക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞായിരിക്കുന്നത് ഞാൻ അത്ര ഗൗരവത്തിലെടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആങ്ങളെ വന്നപ്പോൾ അവൾ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ഒരു 10 അടി അകലെയുള്ള ആൾക്കാരും കാണട്ടെ, എനിക്ക് ചേട്ടനോട് പറഞ്ഞിട്ട് ഒന്നും ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വന്നപ്പോൾ എനിക്കൊരു വിഷമമായി തീർന്നു. ശരിയായിരിക്കാം. തൃശ്ശൂർ ജില്ലാ ആശുപത്രി ചെന്ന് പരിശോധിച്ചപ്പോൾ കണ്ണിന് കാഴ്ച കുറവുണ്ട്. എനിക്കും കാഴ്ച ആദ്യത്തെക്കാളും കുറഞ്ഞു വരുന്നതായിട്ട് പറഞ്ഞു. ഗ്ലാസിന് പവർ കുറവൊന്നുമില്ല, കാഴ്ച കുറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പം അങ്ങനെ എനിക്കൊരു വലിയ വിഷമമായി തീർന്നു. ആ സമയത്താണ് പോട്ടയിലേക്ക് ഇവിടുന്ന് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ജീപ്പും വിളിച്ച് പോകാൻ തുടങ്ങി. ഞാൻ എന്നാൽ ഭാര്യേനെ ഒന്ന് പോട്ടയ്ക്ക് പറഞ്ഞിട്ട് നോക്കാം, എങ്ങനെയും കാഴ്ച കിട്ടുകയാണെങ്കിൽ നാണക്കേട് ഒഴിവാക്കാമായിരിക്കുമല്ലോ എന്നോർത്തുകൊണ്ട് അങ്ങനെ ഒരു ശനിയാഴ്ച കോട്ടയിൽ ധ്യാനത്തിന് വിട്ടു. കോട്ടയിൽ ധ്യാനത്തിന് പോയിട്ട് വന്നപ്പോൾ ഞാൻ യൂണിയൻ പണിക്ക് പോയി കാഴ്ചയൊന്നും കിട്ടില്ല, എനിക്ക് ഒരു സന്തോഷം കിട്ടും, മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മച്ചയാണെങ്കിൽ മാനസികരോഗിയാണ്. അതുകൊണ്ട് 18-20 വർഷക്കാലത്തോളം മാനസികരോഗമായിട്ട് ഇങ്ങനെ നടക്കും. എൻ്റെ കൂടെയാണ് താമസിച്ചിട്ടുണ്ട്. ചേട്ടന്മാരെനിക്ക് വേറെ 3 പേരുണ്ട്, അവരുടെ ഒന്നല്ല എൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ആഴ്ചയിൽ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം തന്നെ ഞാൻ പോയില്ല. 3-ാമത്തെ ദിവസം എൻ്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, 2 ദിവസത്തേക്ക് സൈമൻ ചേട്ടൻ ഈ ധ്യാനത്തിന് വരുന്നതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പോകണില്ല, അത് മതി. എനിക്കങ്ങനെ പോയിരുന്നാൽ അമ്മയ്ക്ക് എല്ലാ ദിവസവും ഗുളിക കൊടുക്കണം. 4 ദിവസത്തേക്ക് 40 രൂപയുടെ ഗുളിക വേണം. അന്നത്തെ കാലത്തൊക്കെ നല്ല വിലയുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ഗുളികയൊക്കെ മേടിക്കും. ഞാൻ പണിക്ക് പോയി പറ്റിയല്ല, കാരണം നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. എന്തായാലും ഇപ്പം പറഞ്ഞു പാർട്ടി പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് പോകാറുണ്ടല്ലോ, അപ്പോൾ 2 ദിവസത്തേക്കൊന്ന് വരാം, നല്ലതാണ്, ഒത്തിരി അനുഭവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അവനെ സമ്മതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, പൊക്കോ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എന്നാൽ ഒന്ന് പോയി നോക്കാം, കുറേ ആൾക്കാർക്ക് കുറേ രോഗശാന്തി കിട്ടും, കുറേ അനുഭവം കിട്ടണമൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അൾസറിൻ്റെ അസുഖം കൂടെ ഉണ്ടായിരുന്നു. അൾസറിൻ്റെ അസുഖം മാറി കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നൊരു ചിന്ത വെച്ചുകൊണ്ട് ഒരു ദിവസം ഞാനും ഒരു ധ്യാനത്തിന് പോയി. ഇടവപ്പള്ളിയിൽ ധ്യാനത്തിന് 4-ാം ദിവസമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് നടുവേദനയും ഭയങ്കരമായിട്ടുണ്ട്. നടുവേദന ഭയങ്കര കൂടുതലായിരുന്നു. പിറ്റേ ദിവസമാണ് ഉപവാസ പ്രാർത്ഥനയും കൂടിയുള്ള ധ്യാനം എന്ന് പറഞ്ഞു, തീരുന്ന ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു തലേദിവസം ഇങ്ങനെ പോയിട്ട് നടുവേദന കൂടി, പിന്നെ അൾസറിൻ്റെ വേദന കൂടും, അപ്പോൾ നാളെ ഉപവാസം കൂടെ ആകുമ്പോൾ എനിക്ക് അങ്ങനെ പോയിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോരുന്നില്ല, നാളെ പണിക്ക് പോകാമെന്ന് പറഞ്ഞു. അന്ന് വീട്ടിൽ നിന്ന് വലക്കാവിലേക്ക് നടന്നുകൊണ്ട് പോകണം, 5 കിലോമീറ്റർ ദൂരം നടക്കണം. രാവിലെ 7 മണിക്കൊന്ന് ഉപ്പിട്ടെങ്കിലേ പണിക്കിറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ എഴുന്നേക്കാൻ താമസിച്ചു, വീട്ടുകാർ തന്നെ വിളിച്ചില്ല. അങ്ങനെ വഴക്ക് പറഞ്ഞ് എന്തായാലും ഒരു ദിവസം പോയില്ല, എന്നാൽ ഉച്ചവരെ പോയിരിക്കാം എന്നുള്ളത്. ഉച്ചയായപ്പോഴത്തേക്ക് വീട്ടിലേക്ക് ഭക്ഷണത്തിലായിട്ട് വിട്ടു. ഞാൻ വീട്ടിലേക്ക് എൻ്റെ അമ്മച്ചന്ന് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. മാനസികരോഗിയാണോടൊപ്പം ചില നാളുകളിൽ കുറേ നാളിങ്ങനെ കിടപ്പ് കിടക്കും. അപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നു. പക്ഷേ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. വിശപ്പ് അല്ലെങ്കിൽ വയറ് ഇരിച്ചിലൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഉച്ച കഴിഞ്ഞ് ഒന്നും കൂടെ പോയേക്കാമെന്ന് തോന്നി. ഞാൻ വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് വീണ്ടും പള്ളിയിലേക്ക് പോയി. അന്നേരം അവിടെ കുമ്പസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ആ കുമ്പസാരിക്കാനായിട്ടുള്ള അവസരം, ഞാൻ കുമ്പസാരിക്കാറില്ലായിരുന്ന ആളായിരുന്നു.
കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ ഇടവക വെച്ചായിരുന്നു കെട്ട്. അപ്പം കുറി എൻ്റെ ഇടവപ്പള്ളിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ വന്ന് കുമ്പസാരിച്ച് കുറി മേടിക്കാനായിട്ട്. അങ്ങനെ കുറി മേടിക്കാൻ വേണ്ടിയിട്ടൊരു കുമ്പസാരം നടത്തുക മാത്രമേ ഉള്ളൂ. അതിനുശേഷം 8 വർഷം കൂടിയാണ് ഞാൻ നമ്മുടെ ഇടവപ്പള്ളിയിൽ കുമ്പസാരിക്കുന്നത്. ആ കുമ്പസാരത്തിലൂടെ എനിക്ക് കുറേയധികം ബോധ്യങ്ങൾ കിട്ടി. കുമ്പസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവേദന ഒത്തിരി കുറവുണ്ട്. രോഗശാന്തി ശുശ്രൂഷയിലെ ആ സമയത്ത് കുറേ പേരുടെ രോഗസൗഖ്യം കിട്ടൊക്കെ കൂടെ പറഞ്ഞ് കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കാഴ്ച കിട്ടിയാരൊക്കെ കുറവുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഒന്നും ചിന്തയില്ല. ഭാര്യയ്ക്ക് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ നിങ്ങൾ കണ്ടുവന്നില്ല, അച്ഛനാരെയും എഴുന്നേൽപ്പിച്ചൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഈ ഇരിക്കുന്നവരിൽ 5 പേരോട് പാർട്ടി രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ട് വരുന്നവരെ കൊണ്ട് ഈശോയ്ക്ക് ഒത്തിരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഉറക്കയല്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉവ്വേ അച്ഛൻ്റെ ഭൂതി മനസ്സിലിരിക്കട്ടെ, ഞാൻ എൻ്റെ പ്രസ്ഥാനം വിട്ടു പോരുന്ന പ്രശ്നമേ ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇട്ടിട്ടാണ് പള്ളിയിൽ നിന്ന് പോരുന്നത്. പക്ഷെ എന്തായാലും അതിനുശേഷം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതിന് സ്തുതിപ്പ്, വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. ഈശോയെ സ്തോത്രം, ഈശോയെ നിന്ന് ഇതിങ്ങനെ പറയാനൊക്കെ നല്ലതാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അതിങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ആ ധ്യാനത്തിലൂടെയും കുമ്പസാരത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇപ്പോഴും ഓർക്കുമ്പോഴും അതിൻ്റെ അനുഭവം ഉണ്ട്. അങ്ങനെ എപ്പോഴും സ്തുതിച്ചൊക്കെ നടന്നു. എൻ്റെ അമ്മച്ചീനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കോട്ടയിൽ കൊണ്ടുപോയായിരുന്നു, ഇരിക്കുമെന്നറിയാട്ടെ. കാരണം അതിൻ്റെ പിന്നത്തെ ആഴ്ച മുതൽ തൃശ്ശൂർ പാലസിന് വേണ്ടിയിൽ നായ്ക്കുമർപ്പച്ചൻ്റെ കൺവെൻഷനുണ്ട്. ആ കൺവെൻഷൻ പങ്കെടുപ്പിക്കണമെങ്കിൽ സാധാരണ ഇതിൽ ആൾക്കൂട്ട് ചെന്നാൽ അമ്മ വേളം വെക്കും. അപ്പോൾ ഇരിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഭാര്യനെയും കൂടെ കൂട്ടി പറഞ്ഞു വിട്ട് അമ്മനെ കോട്ടയാശ്രമത്തിൽ പറഞ്ഞു വിട്ട് ആ ധ്യാനത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ യാതൊരു പ്രശ്നമില്ലാതെ പിള്ളേർ ഇരിക്കും പോലെ ഇരിക്കുന്നതെന്നാണ് ഭാര്യ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്ക് ധൈര്യമായി കൺവെൻഷന് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ പിന്നെ തിങ്കളാഴ്ച മുതൽ തുടങ്ങിയ ആ കൺവെൻഷന് അമ്മേനും കൊണ്ടുപോയി. ആദ്യ ദിവസം ഞാനും ഭാര്യയും മക്കളും ഒക്കെ കൂടിയാണ് പോയത്. മക്കളന്ന് കുഞ്ഞു മക്കൾ ഇത്തവനെ 1ാം ക്ലാസ് പോലും ചേർത്തിട്ടില്ല, പ്രായമായിട്ടില്ലായിരുന്നു. അങ്ങനെ കൺവെൻഷന് പോയി. അതൊരു ഞങ്ങൾക്ക് വലിയ അനുഭവമായിരുന്നു. 4ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു ആശ്വാസം കിട്ടി. കാരണം എല്ലാ ദിവസവും ഗുളിയില്ലാതെ ഉറങ്ങിയില്ലാത്ത അമ്മ ഗുളിയില്ലാതെ ഉറങ്ങാൻ തുടങ്ങി. അവരെ പ്രഷർ വന്ന് തളർന്നു പോയിട്ടുണ്ട്, നാവ് സണ്ണി അല്ലെങ്കിൽ കഞ്ഞി എന്നൊക്കെ പറഞ്ഞുള്ളത്, അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞാൽ തിരിയില്ല. അതൊക്കെ കുറേശ്ശെ തിരിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അച്ഛനിലൂടെ ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇരിക്കുന്നതിൽ മാനസിക ഒരാളുണ്ട്, അത് 30% കുറഞ്ഞിട്ടുണ്ട്, മക്കളോട് പോയി താമസിക്കാനും കൂടാൻ കർത്താവ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടന്മാരൊക്കെ വിളിച്ച് വരാനും പോലും. എന്തായാലും ഞാൻ ആ 92 മാർച്ച് മാസം 1-ാം തീയതി ഡിവൈൻ ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിലൂടെ ഒത്തിരി അനുഭവത്തിലേക്ക് വരാൻ സാധിച്ചു. അന്നേരമാണ് സ്നേഹാശ്രമം വെട്ടുകാട് തുടങ്ങിയത്, ജയിൽ മോചിതർക്കുള്ള പുനഃവാസ കേന്ദ്രം. ആ വെട്ടുകാട് സ്നേഹാശ്രമത്തിൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചകളിൽ ഒരു ഏകദിന ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പള്ളി വന്ന് പറഞ്ഞു, ഇങ്ങനെ സ്നേഹാശ്രമം എന്നൊരു സ്ഥലം ഇവിടെയുണ്ട്, അവിടെ പോയി എല്ലാ ശനിയാഴ്ചയും ധ്യാനമുണ്ട്, ഏകദിന ധ്യാനം. ആ ധ്യാനത്തിൽ പങ്കെടുക്കാനല്ല നമുക്കൊരു അദ്ദേഹം പോയി ഡിവൈൻ ധ്യാനം കൂടി വന്ന ആളാണ്, ഒരു ഉണർവ് കിട്ടാനും കുറച്ചും കൂടെ അറിവ് കിട്ടാനൊക്കെ നല്ലതല്ലേ എന്നൊക്കെ ഓർത്ത് അങ്ങനെ ആദ്യമായിട്ട് അവിടെ വന്ന് ആ ധ്യാനത്തിലൂടെ കുറച്ചും കൂടി ഒരു ഉണർവും ഉന്മേഷം കൂടെ കിട്ടാൻ. അപ്പോൾ അങ്ങനെ ഓരോ ശനിയാഴ്ച കാത്തിരുന്നു. ആ 1 മാസം കഴിഞ്ഞപ്പോഴാണ് കുറ്റിക്കിളച്ചങ്ങനെ സ്നേഹാശ്രമത്തിലേക്ക് എത്തുന്ന വിവരമൊക്കെ അറിഞ്ഞത്. കുറ്റിക്കിളച്ചനെ കാണാനായിട്ട് ശനിയാഴ്ച ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും തോമസ് കല്ലുംപുറം കുഞ്ഞുമാനെന്ന് വിളിക്കുന്നു, അദ്ദേഹം വേറെ ഒന്നൊരു സഹോദരൻ കൊണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ചെല്ലുമ്പോൾ അച്ഛനിങ്ങനെ സ്നേഹകുടീയത്തിൻ്റെ ഭാഗത്ത് നിൽക്കൊണ്ടായിരുന്നു. പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തിന് പേര് സ്നേഹകുടീന്ന് പറയുന്നത്. ആ സ്നേഹകുടീൻ്റെ വാക്കുമ്പോഴത്തേക്ക് ചേരുംകുഴി എന്ന് പറഞ്ഞാൽ പടയാളികളാണല്ലോ എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു. അച്ഛനോട് പറഞ്ഞിട്ട് ആരും ചേരുംകുഴിക്കാരാന്ന് ഞങ്ങൾ കേട്ടില്ല. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടെന്ന്, മോൻ ചേരുംകുഴിയിലെ കരിസ്മാറ്റിക് അല്ലേ എന്ന് ചോദിച്ചു. എനിക്കങ്ങനെയും ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കാരണം എനിക്കങ്ങനെയുള്ള അറിവുകളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് അച്ഛനെ കണ്ടുമുട്ടുന്നു, അച്ഛനോട് സംസാരിക്കുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.